القتل 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 ഒരു ഖത്ലല്ല നബി പറഞ്ഞു القتل القتل കൊല തന്നെ കൊല لا يدري القاتل فيما قتل ولا يدري المقتول فيما قتل എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊലയാളിക്ക് അറിയുകയില്ല, എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് നിർദോഷിക്ക് അറിയപ്പെടുകയില്ല. അങ്ങനെ കൊലയുണ്ടാകും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യമറ الرجل بقبر الرجل فيقول يا ليتني مكان هذا. ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നവൻ കൊതിച്ചു പോവും, യാ ലൈതനി മക്കാന ഹാദാ, ആ ഖബറിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പുണ്യ റസൂൽ. ഹത്താ യമറ الرجل بقبر الرجل, ഒരാളുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകും. ഫയഖൂല യാ ലൈതനി മകാന ഹാദാ, ആ ഖബറിൽ കിടക്കുന്ന ആള് ഞാനാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നയാൾ കൊതിച്ചുകൊണ്ടേ ആത്മഗതം ചെയ്യും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഇതാണ് ഒരു സംഭവം, ഇതാണ് ഒരു സംഭവം. കൊല തന്നെ കൊല നടക്കും, കൊല തന്നെ കൊല തന്നെ കൊല തന്നെ, കൊല്ലും, അങ്ങനെ കൊല്ലും, കൊല്ലുന്നെ ഇരിക്കും. മനുഷ്യന് പണി കൊല്ലുന്നെ ഇരിക്കും, കൊല്ലും കൊല്ലും കൊല്ലുന്നെ ചെയ്യും. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് റഹ്മത്ത് നീങ്ങി പോകുമ്പോൾ മാത്രമാണ് അന്ത്യനാൾ സംഭവിക്കുക. അല്ലാഹു കാക്കട്ടെ. യാതൊരു സംശയവും വേണ്ട. റഹ്മത്ത് നീങ്ങിയാൽ പേടിക്കണം, ഖൽബിൽ നിന്ന് റഹ്മത്ത് നീങ്ങിയാൽ പേടിക്കണം. റഹ്മത്താണ് ഈ ഭൂമിയെ നിലനിർത്തുന്ന ഘടകം. ആരോട്? ആരോടും. നിങ്ങൾ റഹ്മത്ത് ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പറഞ്ഞു കുല്ലുനാ റഹീം, ഞങ്ങൾ എല്ലാവരും റഹ്മത്ത് ചെയ്യുന്നവരാണ് എന്ന് അസ്ഹാബു നബിയോട് പറഞ്ഞു. ഫഖാലല്ല ഫഖാലല്ല ല ല ലൈസ ബിറഹ്മതി ബഅലികും ബഅലാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യുന്ന റഹ്മത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, സകല ജാതി മതക്കാരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. യാ പഠിച്ചവനെ, എന്തൊരു നബിയാണ് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ റഹ്മത്തുള്ളവരാണ് നബിയെ. ലാ 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 ലൈസ ബിറഹ്മതി ബഅലികും ബഅലൻ, നിങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യുന്ന റഹ്മത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാ മതക്കാരോടും എല്ലാ ജാതിക്കാരോടും എല്ലാ രാജ്യക്കാരോടും എല്ലാ ജനവിഭാഗങ്ങളോടും എല്ലാ മുശ്രിക്കീങ്ങളോടും എല്ലാ ജനങ്ങളോടും എല്ലാ കാഫിറിനോടും എല്ലാ ജീവജാലങ്ങളോടും. വലാകിൻ റഹ്മത്തുൽ ആമ്മ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആകാശം പടച്ചു, പിന്നെ ലോഹ് പടച്ചു, പിന്നെ കലം പടച്ചു, പിന്നെ അല്ലാഹു മഖാദീറുകളെ കണക്കാക്കി, തഖ്ദീറാത്തുകളെ കണക്കാക്കി. എന്നിട്ട് അല്ലാഹു തആല കലമിനോട് പറഞ്ഞു, എന്റെ തഖ്ദീറാത്തുകൾ ഇന്നതും ഇന്നതൊക്കെയാണ്, ലൗഹിൽ പോയി എഴുതിയൊക്കെ. അങ്ങനെ ലൗഹിൽ പോയി എഴുതാൻ കലം തയ്യാറായി. അപ്പോൾ കലം അല്ലാഹുവോട് ചോദിച്ചു, ഫമാലാ അക്തുബു അവ്വലൻ യാ അല്ലാഹ്, നിന്റെ തഖ്ദീറാത്തുകളിൽ ഞാൻ ലൗഹിൽ എഴുതുകയാണ് അല്ലാഹ്. ഫമാലാ അക്തുബു അവ്വലൻ, ഞാൻ എന്താണ് ആദ്യം എഴുതേണ്ടത്? ഫഖാല റബ്ബു തബാറക വതആല, അപ്പോൾ റബ്ബ് പറഞ്ഞു, ഉക്തുബ് അനിർ റഹ്മ, ആദ്യം നീ ലൗഹിൽ റഹ്മത്ത് എന്ന് എഴുതണം. ആദ്യം ലൗഹിൽ എഴുതേണ്ടത് റഹ്മത്ത് എന്നാണ്. ആദ്യം ലൗഹിൽ എഴുതിയ വാക്കാണ് എന്ത്? റഹ്മത്ത്, കരുണ. അത് നീങ്ങിയാൽ ഭൂമി നിലനിൽക്കൂല ഒരിക്കലും. ഞങ്ങളോട് പലവട്ടം പറയുന്നുണ്ട് ഇത് പൊളിഞ്ഞാടാനായി. ഒരിക്കലും ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞതാണ്, ഇവിടുന്ന് നിങ്ങൾ എന്താണത് ശ്രദ്ധിക്കാത്തത് എനിക്കറിയൂല. ഇത് പൊളിഞ്ഞു ചാടാനായി എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയും കുറച്ച് കഴിഞ്ഞാൽ. ഞാൻ പണ്ട് പറഞ്ഞതാണ്, ഒന്നുകൂടി പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോഹം കലമും പടച്ചു. ലോഹരണം ഭയങ്കര സത്യല്ലേ, ലോഹിനെ നിശ്ചയിച്ചും കഫറവും. അല്ലാഹു കാക്കട്ടെ. ബൽ ഹുവ ഖുർആനും മജീദും ഫീ ലൗഹിൻ മഹ്ഫൂസ്, ലോഹിനെ നിശ്ചയിച്ചവൻ കഫറും കലം നിശ്ചയിച്ചവൻ കഫറും. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, കലമിനെ നിശ്ചയിച്ചവൻ കഫറും. അല്ലാഹു ലോഹം പടച്ചു,
കലവും പഠിച്ചു. പിന്നെ കലമിനോട് പറഞ്ഞു ലോഹിൽ എഴുതി ഈ ദുനിയാവിലുണ്ടാവുന്ന എല്ലാ തഖ്ദീറാത്തുകളും അല്ലാഹു തആല ലോഹിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കലമ ചോദിക്കുകയാണ്, എന്താണ് റബ്ബേ ഞാൻ, എന്താണ് അല്ലാഹുവേ ഞാൻ ആദ്യമായി ലോഹിൽ എഴുതേണ്ടത്? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഔവലൻ ആദ്യം എഴുതേണ്ടത് റഹ്മ. ആദ്യം എഴുതിയത് റഹ്മ എന്ന വാക്കാണ്. ആദ്യം ലോഹിൽ എഴുതിയ ആദ്യത്തെ വാക്കാണ് എന്ത്? റഹ്മ, കാരുണ്യം. ഭയങ്കരാണ്. അതിന് സമാനമായ വാക്കില്ല, ഒരിക്കലും ഇല്ല. മഗ്ഫിറത്ത് പോലും അള്ളാഹു പരിധിക്കുള്ളിൽ കൊടുക്കും, റഹ്മത്തിന് പരിധിയില്ല. റഹ്മത്തി വസിഅത് കുല്ല ഷൈ. റഹ്മത്ത് എല്ലാവർക്കും കൊടുക്കും, റഹ്മത്ത് എല്ലാവർക്കും കൊടുക്കും. റഹ്മത്ത് ആണ് ഒരു സംഭവമാണ്, ഒരു സംഭവ റഹ്മത്ത്. സുബ്ഹാനല്ലാഹ്. ആദ്യം ലോഹ എഴുതിയ റഹ്മത്ത് എന്നാണ്. ചിന്തിക്കുക. ഇനി അന്ത്യനാളിൽ അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് നരകം വിരിക്കും. കോടാന കോടി ആളുകൾക്ക് അല്ലാഹു നരകം വിരിക്കും. അപ്പോൾ അവർ നാശമേ നട്ടമേ നലമുറ ചൊല്ലിക്കരയും. അപ്പോൾ അല്ലാഹു മലക്കുകളോട് പറയും, അഖ്രിജൂ അവ്വല കിതാബത്തിൻ ഫിൽ ലൗഹി. ലൗഹിൽ ആദ്യം എഴുതിയ വാക്ക് പുറത്തേക്ക് എടുക്കി. മനസ്സിലായില്ല? ഭയങ്കരം വർത്താനാണിത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്തൊരു അള്ളാഹുവാണ്, എന്തൊരു റബ്ബാണ്. പഠിച്ചാനെ എന്തൊരു വർത്താനായി പറയാൻ പോണെന്നറിയാം. അള്ളാഹു കോടാന കോടി ആളുകൾക്ക് നരകം പിരിക്കും. അവർ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നഷ്ടമേ നട്ടമേ നാശമേ നാശമേ എന്നവർ വിളിച്ചാലമുറ കൊള്ളും. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് വിളിച്ചു പറയും, അഖ്രിജൂ അവ്വല കിതാബത്തിൻ ഫിൽ ലൗഹി. ലൗഹിൽ ആദ്യം എഴുതി വെച്ച വാക്ക് പുറത്തേക്ക് എടുക്കി. അപ്പോൾ അവർ ഫഅഖ്റജൂ അവ്വല കിതാബത്തിൻ ഫിൽ ലൗഹി. ലൗഹിൽ ആദ്യം എഴുതിയ വാക്ക് അവര് പുറത്തേക്കും. ഏതാണ് ആദ്യം എഴുതിയ വാക്ക്? റഹ്മത്ത്. അവർ അള്ളാഹിന്റെ മുന്നിൽ ആ വാക്കിനെ ഹാജരാക്കും. അപ്പോൾ അള്ളാഹു പറയും, ആദ്യം എഴുതിയ വാക്ക് റഹ്മത്തല്ലേ, എന്റെ കയ്യിൽ ഇപ്പോഴും റഹ്മത്ത് എമ്പാടുമാണ്. അതുകൊണ്ട് ഞാൻ, എൻ്റെ ഒളബാണ് നരകം എങ്കിൽ എൻ്റെ റഹ്മത്താണ് സ്വർഗം. എൻ്റെ റഹ്മത്തിനെ എപ്പോഴും എൻ്റെ ഒളബിനെ ഞാൻ എപ്പോഴും റഹ്മത്ത് കൊണ്ട് ജയിപ്പിക്കും. ഇനി എൻ്റെ റഹ്മത്തും എൻ്റെ ഒളബും നോക്കിയാൽ ഞാൻ എൻ്റെ ഒളബിനെ തള്ളുകയും റഹ്മത്തിനെ ഞാൻ മുന്നിലേക്ക് എടുക്കുകയും ചെയ്യും. എൻ്റെ റഹ്മത്തിനെ ജയിക്കാൻ ഒന്നിനും കഴിയില്ല. എൻ്റെ ഏറ്റവും വലിയ സാധനമാണ് എന്ത്? റഹ്മത്ത്. അപ്പോൾ അല്ലാഹു തആല കൂട്ടത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് കോടാന കോടി ആളുകളെ അതിൽ അല്ലാഹു പുറത്തേക്ക് എടുക്കും. അവരോട് പറയും, സ്വർഗത്തിൽ പോയിക്കോളേന്ന്. ലം യഅമലു ഹസനതൻ ഖത്തു. അവര് ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മാത്രം? റഹ്മ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ കരുണ നഷ്ടപ്പെട്ട ലോകത്ത് ജീവിതമല്ലട്ടാ, കഴിഞ്ഞുപോയി. പഠിച്ചോനെ റബ്ബേ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു മനസ്സ് തുറന്ന അമ്മയും പറ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇബാദത്തില്ലാതെ റഹ്മത്തിനെ അല്ലാഹു കബൂലാക്കും, റഹ്മത്തില്ലാതെ ഇബാദത്തിനെ കബൂലാക്കൂല. ഒന്നും കൂടി പറയാ. ഇബാദത്തില്ലാതെ റഹ്മത്തിനെ കബൂലാക്കും, റഹ്മത്തില്ലാതെ ഇബാദത്തിനെ കബൂലാക്കൂല. ഒന്നും കൂടി പറയാ. ഇബാദത്തില്ലാതെ റഹ്മത്തിനെ കബൂലാക്കും. كانت عاصية بني إسرائيل مرت كانت امرأة كانت باغية بني إسرائيل فمرت بماء فرأت كلبا يدلغ في التراب فرأت أنه عطشان فخلعت ثيابها وخلعت موقها. മുത്ത് റസൂൽ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു വേശ്യ ഉണ്ടായിരുന്നു, തനി വേശ്യ.
വസ്ത്രം ഉരിഞ്ഞ് തോന്നിയാസത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ച് അതിന്റെ കിട്ടിയത് കൊണ്ട് ജീവിക്കുന്ന ഒരു വേഷണ്ടായിരുന്ന ഒരു തമ്മാടിച്ച് പെണ്ണ് ഇമ്രാത്തുൻ കാനത്ത് ബാഗയത്ത ബനി ഇസ്രായീൽ. ഓളെ കാര്യങ്ങൾക്ക് അറിയാലോ. ബാഗയത്താണെങ്കിൽ അതിനെ പലരും വർത്താനല്ലല്ലോ. അള്ളാഹു താല തമ്മാടിത്തരത്തിന് നമ്മളെ കാക്കട്ടെ. അള്ളാഹു തമ്മാടിത്തരത്തിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ബാഗയത്ത ബനി ഇസ്രായീൽ ഇമ്രാത്തുൻ കാനത്ത് ബാഗയത്ത ബനി ഇസ്രായീൽ. വേഷണ്ടായിരുന്നു അവൾ. ഇസ്രായേലികളിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, അവൾ ഇസ്രായേലികളുടെ വേഷിയിരുന്നു. ഒരു വെള്ളമുള്ള കുഴിയുടെ കരയിലൂടെ അവൾ നടന്നുപോയി. അപ്പോൾ അവൾ ഒരു കെൽബിനെ കണ്ടു. മണ്ണിൽ നാവിട്ട് ഉരസുന്നതായി. അപ്പോൾ ഈ നായക്ക് ദാഹമുണ്ട് എന്ന് ആ പെണ്ണിന് ബോധ്യപ്പെട്ടു. ഒരു കയറുമില്ല, ഒരു ബക്കറ്റും ഇല്ല. ഈ നായ ഇടക്കിടെ വെള്ളത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കും, പിന്നെ നാവ് ഇങ്ങനെ ഉരസും. അപ്പൊ ഈ പെണ്ണിന് ഭയങ്കര വിഷമായി. കാരണം കൽബിൽ ഈ പെണ്ണിന് എന്തുണ്ട്? റഹ്മത്തുണ്ട്. പിന്നെ അവിടെ നിന്നു. പക്ഷെ നിർവാഹമില്ല. കിണറ്റിന്റെ അടിയിലാണ്, കുഴിയുടെ അടിയിലാണ് വെള്ളം. ആ പെണ്ണിന് അവിടുന്ന് പോകാൻ തോന്നിയില്ല. ഫഹലാത്ത സിയാബഹ. അങ്ങനെ അവൾ വസ്ത്രയിച്ച് വിവസ്ത്രയായി. ഇതിനു മുമ്പ് അവൾ വിവസ്ത്രയായത് വേശ്യാവൃത്തിക്കാണെങ്കിൽ ഇപ്പോൾ അവൾ വിവസ്ത്രയായത് റഹ്മത്തിന് വേണ്ടിയാണ്. അവളുടെ ഷൂവും അവൾ അഴിച്ചു. അവൾ എന്ത് ചെയ്തു? ഈ വസ്ത്രത്തെ കൂട്ടിക്കെട്ടിയിട്ട് കയറാക്കിയിട്ട് ഷൂവിനെ ബക്കറ്റാക്കി. പലതവണ വെള്ളം എടുത്ത് നായക്ക് കൊടുക്കുകയും ആ നായയുടെ ദാഹം തീർക്കുകയും ചെയ്ത കാരണത്താൽ ആ പെണ്ണ് സ്വർഗത്തിൽ കിടന്നു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഹെഡിങ് എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് ഇബാദത്തില്ലാതെ റഹ്മത്തിനെ കബൂലാക്കും, എന്നാൽ റഹ്മത്തില്ലാതെ ഒരിക്കലും കബൂലാക്കൂല. നീ എന്താ തെളിവ് വേണ്ടത്? യതീമിനെ ആട്ടി ഓടിക്കുന്നവൻ, മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂല എന്ന് മാത്രമല്ല, പ്രേരിപ്പിക്ക പോലും. ഫവൈലുൽ മുസല്ലീൻ, അത്രക്കാരന്റെ നിസ്കാരം അവനും നരകത്തിലേക്കാണ്. ഇബാദത്തിനെ കബൂലാക്കിയില്ല. എന്തില്ല? റഹ്മത്തില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എത്ര തെളിവാ. വേറെ റസൂൽ പറഞ്ഞു, ആബിദത്തുൻ ഫീ ബനി ഇസ്രായീൽ كانت تصوم النهار وتقوم الليل وكانت لها هرة فربطت هرتها وما أطعمتها وما خلت سبيلها فماتت في الحبل فدخلت النار. റസൂൽ എത്ര സ്പഷ്ടമായിട്ടാണ് അള്ളാന്റെ ഹബീബ് ഇത് പറഞ്ഞത്. മനസ്സിലായില്ല? ഇമ്രാത്തുൻ കാനത്ത് ആബിദത്ത് ബനി ഇസ്രായീൽ. ഒരു പെണ്ണുണ്ടായിരുന്നു ഇസ്രായേലികളിലെ ആബിദത്ത. ഈ ഹദീസും റഹ്മത്തിന്റെ ബാബിൽ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇമ്രാത്തുൻ, ഒരു പെണ്ണുണ്ടായിരുന്നു, കാനത്ത് ആബിദത്ത് ബനി ഇസ്രായേൽ. ബനി ഇസ്രായേലുകളിലെ ആബിദത്താണ്, അതായത് ഭയങ്കര ബാധ്യാർത്ഥിയാണ്. കാനത്ത് സുമുന്നഹാറ, പകലെല്ലാം അവൾ നോമ്പ് വെൽക്കും. തഖുമുല്ലൈല, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും. വകാനത്തിൽ ഹിറ, അവൾക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഫറബതത് ഹിറതഹ, പൂച്ചയെ കെട്ടിയിട്ടു. വമാ അത്അമതഹ, പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല. വമാ ഖല്ലത്ത് സബീലഹ, പൂച്ചയെ അഴിച്ചിട്ടതും ഇല്ല. ഹത്താ തഅകുല മിൻ ഖശാശിൽ അർളി, അഴിച്ചിട്ടിരുന്നെങ്കിൽ പുല്ലെങ്കിലും പോയിട്ട് തിന്നിട്ട് അത് ജീവിക്കുമായിരുന്നു. ഫമാതത് ഫിൽ അബലി, ഈ ആബിലത്തിന്റെ കയറിൽ കിടന്ന ഈ പൂച്ച ചത്ത കാരണത്താൽ ഫദഖലത്തിൻ നാറ. തെളിവ് ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തിന് തെളിവ് പറഞ്ഞു. എന്താ രണ്ടാമത്തെ വാക്ക്? എന്താ രണ്ടാമത്തെ വാക്ക്? റഹ്മത്തില്ലെങ്കിൽ ഇബാദത്തിനെ സ്വീകരിക്കൂല, എന്നാൽ ഇബാദത്തില്ലെങ്കിലും റഹ്മത്തിനെ സ്വീകരിക്കും. എന്തെങ്കിലും വിചാരിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് റഹ്മത്ത് കൊണ്ടാണ്. അത് നഷ്ടപ്പെട്ട കഴിഞ്ഞു. ഈ ഭൂമിയിൽ എന്നാണോ റഹ്മത്ത് നഷ്ടപ്പെടുന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ കൂടുതൽ അള്ളാഹുവിൽ അഭയം തേടണം. സമയം അവസാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിടത്തേക്ക് വിഷയം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം കൂടാൻ പോവാണ്. മഹദി പുറത്തു വരും. വളരെ അടുത്ത് സംഭവിക്കും.
ഭൂമി അക്രമം കൊണ്ട് നിറക്കപ്പെടുന്ന കാലത്ത് മഹ്ദി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അക്രമം കൊണ്ട് നിറക്കപ്പെടും ഭൂമി, അക്രമം കൊണ്ട് നിറക്കപ്പെടും. ചിന്തിക്ക്, ഇതൊരു ന്യൂസിലാൻഡിന്റെ സംഭവം മാത്രമല്ല, എല്ലായിടത്തെ വിഷയം അങ്ങനെയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇനി ഒരാൾ ഇതിന് പകരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അന്യന്റെ ദേവാലയത്തിൽ കയറി വെടിവെച്ചാൽ അവനെ ഇസ്ലാമിക സമാജം പുറത്താക്കണം. എന്തുകൊണ്ട്? അത് ഇസ്ലാം ആകൂല. മനസ്സിലായില്ല? ഖുർആൻ പറഞ്ഞില്ലേ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ മേൽ വാൾ ഉയർത്താൻ പാടില്ല. ശിർക്ക് ചെയ്യുന്നവന്റെ മേൽ വാൾ ഉയർത്താൻ പാടില്ല എന്നല്ലേ? അതിന് അല്ലാഹു ശിക്ഷിക്കും. മനസ്സിലാകൊണ്ട് പറഞ്ഞത്, അവന്റെ നേൽ നിങ്ങൾ വാൾ ഉയർത്താൻ പാടില്ല. ശിർക്ക് ദുനിയാവിൽ ഏറ്റവും വലിയ തിന്മയാണ്. എന്നാലും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും അവന്റെ ഭാഷയിൽ അതൊരു സമാധാന പ്രവർത്തനമാണ്. അവന്റെ മേൽ വാൾ ഉയർത്താൻ പാടില്ല. ചിന്തിക്ക്, ഇത് എന്താ നമ്മൾ ചിന്തിക്ക്? ഈ ഭൂമി നശിച്ചു പോവാന്ന് പറഞ്ഞാൽ റഹ്മത്തില്ലേ നശിച്ച്. റഹ്മത്ത് പോലെ ഒരു വാക്കില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ഒരു വട്ടം, റഹ്മത്ത് 2 വട്ടം. ഫാത്തിഹയിൽ അല്ലാഹ് 2 വട്ടം, റഹ്മത്ത് 4 വട്ടം. ബിസ്മിൽ അല്ലാഹ് എന്ന് 1 വട്ടം, റഹ്മത്ത് 2 വട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹ് 1 വട്ടം, റഹ്മത്ത് 2 വട്ടം. ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 114 വട്ടം, അല്ലാഹ് 114 വട്ടം, റഹ്മത്ത് 228 വട്ടം. ബിസ്മിൽ മാത്രം. ഫാത്തിഹയിൽ അല്ലാഹ് 2 വട്ടം, റഹ്മത്ത് 4 വട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് പിന്നെയും പറഞ്ഞു. എന്ത്? റഹ്മാനിർ റഹീം. ചില ആളുകൾ ഖുർആൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത് ആവർത്തന ഗ്രന്ഥം. മനസ്സിലായില്ല? ഖുർആനെ ചിലർ ആക്ഷേപിച്ച് പറഞ്ഞൊരു വാക്കാണ് എന്ത്? പറഞ്ഞത് പിന്നെയും പറഞ്ഞു, ആവർത്തന ഗ്രന്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മത്ത് 2 വട്ടം പറഞ്ഞു, പിന്നെ അൽഹംദുലില്ലാഹ് പറഞ്ഞു, പിന്നെയും പറഞ്ഞു എന്ത്? റഹ്മാനിർ റഹീം. കരുണ ചെയ്യണം. കരുണക്ക് അവസാനമില്ല. കരുണ പോലെ ഒരു ദീനില്ല. ദോഷിയിൽ നിന്നല്ലാതെ കരുണ നീക്കം ചെയ്യപ്പെടുകയില്ല. ഒരാൾക്ക് കരുണയില്ലേ ദോഷി തന്നെ. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. കരുണയില്ലേ ദോഷിയാണ്. അള്ളാന്റെ കാട് ദോഷിയിരിക്കും. ദോഷിയിൽ നിന്നല്ലാതെ കരുണ നീക്കം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം ഇതാ. 1ാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഭൂമിയുടെ അന്ത്യഘട്ടത്തിലാണിത്. ഇനി എന്താണ് നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? ഹറജ് തന്നെ. ഒരാളും ഇടപെടുന്നില്ല. ഹറജ് തന്നെ. എവിടെയും ഹറജ് തന്നെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. അതിനൊരു അഭിപ്രായക്കേട് പോലും ഇല്ല. ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യമാണ് ഈ കൊല്ലം നടന്നത്. ഒരാൾ എന്ത് ചെയ്യാണ്? 50-60 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയുടെ മേൽ നിർവഹിക്കുക. അത് എന്താണ് ആ സംഭവം? രാജ്യം മുഴുവനും ബർങ്ങലിച്ചിരിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതിന് ചർച്ച പോലും ആയില്ല. അതാ ഇന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അത് എന്താണത് വിഷയം? എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണ് ഈ 2ാം വട്ടം കൊല്ലുന്നത് ആരെയാ? രാഷ്ട്രപിതാവിനെ. അതിനേക്കാൾ വലിയ ഒരാളുണ്ടോ രാജ്യത്ത്? എന്താണ് ഇത് സംഭവം? എന്താണ് ഈ നടന്ന സംഭവം? വേണ്ട, ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ ചിന്തിക്കാൻ കഴിയില്ല. എന്നാലോ ഒരു ചർച്ച പോലും ആയില്ല. രാജ്യത്തൊരു ചർച്ച പോലും ആയില്ല. ഒരു വിഷയം പോലും ആയില്ല. എന്തുകൊണ്ട്? കരുണയില്ല. മനസ്സ് കരുണ വേണ്ടേ? ജനങ്ങൾ നശിച്ചു എന്നുള്ളതിന് ഏറ്റവും
വലിയ തെളിവാണിത്. പടച്ചോനെ അല്ലാഹുവേ, എനിക്കത് ചിന്നാൻ എൻ്റെ കണ്ണ് മുളച്ചതിന് ശേഷം കണ്ട ഏറ്റവും ഭീകര ദൃശ്യങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. എനിക്കത് സഹിക്കാനും ചിന്തിക്കാനും കഴിയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അങ്ങനെ കൃത്യമായി പത്രം നോക്കുന്ന ഒരാളല്ല. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് കണ്ടപ്പോൾ കണ്ട ഒരു നോക്കിയ ഒരു ചിത്രം എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്തൊരു സംഭവമാണിത്, അത് ഭയങ്കര സംഭവമാണ്, അത് സഹിക്കാൻ കഴിയില്ല. അതും എന്ന് രാഷ്ട്രപിതാവിന്റെ കൊലപാതകത്തെ ജനം അനുസ്മരിക്കുന്ന ദിവസം, അന്ന സംഭവം ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, ജനങ്ങളെ ചിന്തിക്കണം. കരുണയില്ലെങ്കിൽ പിന്നെ ദോഷി തന്നെ, ഒരിക്കലും മനുഷ്യനാവൂല, ഒരിക്കലും. ആരോട് കരുണ? എല്ലാവരോടും കരുണ. കരുണയില്ലെങ്കിൽ മനുഷ്യത്തുണ്ടാവൂല. ഈ കൽബിലേക്ക് മനുഷ്യൻ ആദ്യം ഇട്ട് തരേണ്ടത്, അള്ളാഹ് ഇട്ട് തരേണ്ടത് റഹ്മത്താണ്, പിന്നെയും ഉണ്ടാവുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, കരുണയില്ലാതെ നിങ്ങൾ പരസ്പരം കരുണ ചെയ്യാതെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവൂല. മുഹമ്മദ് മുസ്തഫ യാ അല്ലാഹ് യാ അല്ലാഹ്, എന്റെ തലേന്ന് ചാടി വന്ന ഒരു ഹദീസാണത്. ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, മുഹമ്മദ് മുസ്തഫ. പരസ്പരം കരുണ ചെയ്യാതെ അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും ഉണ്ടാവില്ല. കരുണയില്ലെങ്കിൽ ആരാവൂല? മുഅ്മിനാവൂല, മുഅ്മിനാവൂല, ഒരിക്കലാവൂല. വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, വെറുതെ നോമ്പ് നോച്ചിട്ട് കാര്യമില്ല. ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, പരസ്പരം കരുണയില്ലാതെ നിങ്ങൾക്ക് മുഅ്മിനാകാൻ കഴിയുകയില്ല, സത്യവിശ്വാസിയാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിഷയത്തിന്റെ മർമ്മം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിഷയത്തിന്റെ മർമ്മം ഹറജാണ്. മനുഷ്യന്റെ കൽബിൽ നിന്ന് റഹ്മത്ത് അങ്ങനെ എടുത്തു പോകുമ്പോൾ ആർക്കും ആരെയും കൊല്ല. മനുഷ്യൻ, ലോക നേതാക്കന്മാർ പോലും ചട്ടമ്പികളുടെ ഭാഷയിൽ സംസാരിച്ച ഒരു കാലം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഭരണാധികാരികൾ പോലും ചട്ടമ്പികളെ പോലെ സംസാരിക്കുകയാണ്. അതെന്ത് സംഭവം എനിക്കറിയൂല, എന്താണ് അങ്ങനെ. പണ്ട് ചട്ടമ്പികളുടെ നേതാക്കന്മാർ പോലും കരുണയോടെ സംസാരിക്കും. ഇപ്പോ കരുണയുള്ള സംഘടനകളുടെ നേതാക്കന്മാർ പോലും ചട്ടമ്പികളെ പോലെ സംസാരിക്കും. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അങ്ങനെ. ഭരണാധികാരികൾ ചട്ടമ്പികളെ പോലെ സംസാരിക്കുക, അതെന്താണ് അങ്ങനെ? അങ്ങനെ പറയാം, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഭരണാധികാരി ചട്ടമ്പിയുടെ ഭാഷ സംസാരിക്കാൻ പാടുണ്ടോ? നേതാവ് ചട്ടമ്പിയെ പോലെ സംസാരിക്കുക, ഭരണാധികാരി ചട്ടമ്പിയെ പോലെ സംസാരിക്കുക. ചട്ടമ്പിയെ പോലെ സംസാരിക്കുക, ഭരണാധികാരികൾ ചട്ടമ്പികളെ പോലെ സംസാരിക്കുക. വളരെ ചിന്തിക്കണം. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു പോവുക, ഭരണാധികാരികൾ ചട്ടമ്പികളെ പോലെ സംസാരിക്കുക. മനുഷ്യന്റെ ഹൃദയത്തിൽ കരുണയില്ലാതാവുക. പടച്ചോനെ റബ്ബേ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കരുണയില്ല, കരുണയില്ല. സ്വന്തം പേരക്കുട്ടികളുടെ പ്രായമുള്ളവരെ, കുട്ടികളെ പോലും വലിയ വലിയ താടി നരച്ച തലയെക്കെട്ടുകാർ ബലാത്സംഗം ചെയ്യാൻ കൊണ്ടുപോവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ ഇതിന്റെയൊക്കെ മായന? എവിടേക്കാ ലോകം പോണത്? ഒരു ന്യായീകരണം, ഒരു നീതീകരണം. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്ത് ദീനാണ്? എന്തിനാ നാട്ടകുത്തി നിൽക്കുന്നത്? എന്തിനാ നാട്ടകുത്തി നിൽക്കുന്നത്? പടച്ചോനെ റബ്ബേ, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതാ നാട്? പടത്തിൽ ഇങ്ങനെ ഇരിക്കുക, പുതിയാപ്പള പടത്തിലിരിക്കുക, ഖബിൽതു മിൻക നികാഹ എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക പുതിയാപ്പള. ഏതാണ് ഈ മലബാർ എന്ന് നിങ്ങൾ ചിന്തിക്കണോ? നിങ്ങൾക്കറിയോ കുഞ്ഞിമരക്കാര്? 28 മഖ്ദൂമിന്റെ ശിഷ്യനാണ് കുഞ്ഞിമരക്കാര്. പുതിയാപ്പള വന്നിരുന്നു, പടത്തിലിരുന്നു, നിക്കാഹ് കഴിക്കാൻ വേണ്ടി ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? രാത്രി ഇശ നിസ്കാരം കഴിഞ്ഞ് വെളിയങ്കോട പള്ളിയിൽ നിന്ന് നിസ്കരിച്ച മുസ്ലിയാരും പാർട്ടിയും പുതിയാപ്പളയും പാർട്ടിയും വന്ന് പടത്തിലിരുന്നു. പെണ്ണിന്റെ വാപ്പ വരാൻ അല്പം നേരം വൈകി. പെണ്ണിന്റെ വാപ്പ മാറ്റി ഒരുങ്ങാണ്, എടുത്ത് വന്നില്ല. മനസ്സിലായില്ല, പടത്തിലിരിക്കാണ്. ആര്? പുതിയാപ്പള ഇരിക്കുന്നു, പുതിയാപ്പള ഇരിക്കുന്നുണ്ട്, മൂലയിലിരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ലേശം നേരം വൈകി. ആര് വരാൻ? പെണ്ണിന്റെ വാപ്പ വരാൻ.
അപ്പൊ അവിടെ അങ്ങനെ ആരോ സംസാരിച്ച കൂട്ടത്ത് സംസാരിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഫ്രഞ്ചുകാര് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പിടിച്ചു കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. കടപ്പുറത്തെ ഒരു പെൺകുട്ടിയെ ഒരു ഫ്രഞ്ച് പട്ടാളക്കാർ വന്നിട്ട് കപ്പലിലേക്ക് പിടിച്ച് കയറ്റുന്നത് കണ്ടൂന്ന് പറഞ്ഞു. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ വിഷയം സത്യമാണ്. അപ്പോൾ പുതിയാപ്പിള വേഗം അവിടെ നിന്ന് എണീറ്റു. പുതിയാപ്പിള പറഞ്ഞു, ഞാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ വരാ, അല്ലെങ്കിൽ പെണ്ണിനെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താളി. ഒറ്റപ്പാച്ചിൽ കിട്ടിയ വഞ്ചി എടുത്തിട്ട് പുറംകടലിലേക്ക് പോയി. ഫ്രഞ്ച് കപ്പൽ കണ്ടു, അതിലേക്ക് കയറി വെട്ടി പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു കൊടുത്തു. അടുത്ത കപ്പലിലേക്ക് വഞ്ചിക്കാർ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. ഫ്രഞ്ചുകാർ കപ്പലിലിട്ട് വെട്ടി 8 സ്ഥലത്താ വെട്ടിക്കറച്ച് കേരളത്തിൽ കുഴിച്ചിട്ടുള്ളത്. അതാണ് കുഞ്ഞിമരക്കാർ റളിയല്ലാഹു എന്ന് പറയണ ചേങ്ങ. എന്തിനാ നോക്കിയിരിക്കണ വെറുതെ? അതാണ് കുഞ്ഞിമരക്കാർ, അതാണ് ആൺകുട്ടി. 100-200 കൊല്ലമായിട്ടുള്ളൂ കുഞ്ഞിമരക്കാർ മരിച്ചിട്ട്. 1400 കൊല്ലമൊന്നും ആയിട്ടില്ല. ഒരു പെൺകുട്ടിയെ ഫ്രഞ്ച് പട്ടാളം ബലാത്സംഗം ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നൂറുദ്ദീൻ ഷെയ്ഖിന്റെ ശിഷ്യനാണ് ആര്? നൂറുദ്ദീൻ മഖ്ദൂമിന്റെ 28-ാം മഖ്ദൂമാണ് നൂറുദ്ദീന്റെ ശിഷ്യനാണ് ആര്? കുഞ്ഞിമരക്കാര്. പോയി, അതാ കുഞ്ഞിമരക്കാര്. കോഴിക്കോട്ട് അങ്ങാടിയിലുണ്ടല്ലോ കുഞ്ഞിമരക്കാരെ കാൽമുട്ടാണ് അവിടെ മറവി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മുട്ടുങ്ങൽ എന്ന പേര്. മനസ്സിലായില്ല? കൈമുട്ട് കോട്ടുമ്മൽ എന്നാണ്. മനസ്സിലായില്ല? കോട്ടുമ്മൽ എന്നാണ് അറിയില്ലേ? കോഴിക്കോട്ട് അങ്ങാടിയിലുണ്ട് കൈമുട്ടാണ് മറവ് ചെയ്തത്. എവിടെ? കോഴിക്കോട്ട് അങ്ങാടിയില്ലേ? കോഴിക്കോട്ട് മാങ്കാവുന്ന കേറിയാൽ അവിടെ ഉണ്ട് ഖബർ. ആരുടെ? കുഞ്ഞിമരക്കാര്. നിങ്ങളറിയില്ലേ കുഞ്ഞിമരക്കാര്? റളിയല്ലാഹു അൻഹു. വെളിയങ്കോട് ഷഹീദായ കുഞ്ഞിമരക്കാര് വടകരുണ്ട്. 8ഓളം സ്ഥലത്ത് ആ ഖബർ. ആരുടെ? കഷ്ണാക്കി ആര്? ഫ്രഞ്ചുകാര്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ വന്നെങ്കിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടി ആർക്കെങ്കിലും നിക്കായി കൊടുത്താലെന്നാണ് പടത്തിനാ പറഞ്ഞത്. അതാണ് ആൺകുട്ടികള്. മലബാറിൽ ആൺകുട്ടികൾ അങ്ങനെയായിരുന്നു. ആ രംഗത്താണ് വിവരം പഠിച്ചവർ എന്ന് പറയുന്നവർ പോലും സ്വന്തം പേരക്കുട്ടികളെ പ്രായമുള്ളവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ വിഷയം മനുഷ്യന്റെ കൽബിൽ റഹ്മത്തില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിനോട് അഭയം തേടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാളി മനുഷ്യന്മാരെ. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മനുഷ്യന്മാരെ, എന്ത് സംഭവിച്ചു പോയി, എന്ത് വന്നുപോയി. മുഅ്മിനെ ചിന്തിക്കണം. എന്തിവിടെ വിഷയം? എന്താ വിഷയം? കരുണയില്ല. മനുഷ്യന്റെ കൽബിൽ കരുണയില്ല. അള്ളാഹു എന്ന കൽബിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കൽബിൽ അള്ളാഹ് എന്ന് എഴുതുന്നതിന് മുമ്പ് റഹ്മത്ത് എന്ന് എഴുതും. റഹ്മത്ത് എന്ന് എഴുതിയാലല്ലാതെ അള്ളാഹ് കൽബിൽ എഴുതുകയില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് എഴുതാതെ അള്ളാഹ് എഴുതൂല. അള്ളാഹുവിലേക്കുള്ള വാസിതയാണ് മുഹമ്മദിന്റെ പേരാണ് എന്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്താണ് മുഹമ്മദ് എന്ന വാതിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് കയറൂല. മുഹമ്മദിന്റെ പേര് റഹ്മത്ത് എന്നാണ്. സല്ലല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ വളരെ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത വർത്താനങ്ങളിൽ നിന്ന് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഉണ്ടാക്കുക, വെറുതെ വർത്തമാനങ്ങൾ ഉണ്ടാക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. വെറുതെ വർത്താനം ഉണ്ടാക്കുക. എന്തതിന് ഫലം? പണ്ഡിതന്റെ തലയെ കിട്ടും താടിയും, നാടന്റെ തലയെ കിട്ടുമല്ല, നാടന്റെ താടിയല്ല. അതിനൊക്കെ ചില അസ്ലുണ്ട്. അത് ആദ്യം കിട്ടിയത് മുഹമ്മദ് മുസ്തഫ. അത് ചിന്തിക്കണം. അസ്ദഖുന്നാസി മുഹമ്മദും. ലോകത്ത് ഏറ്റവും സത്യം പറഞ്ഞ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ലോകത്ത് ഏറ്റവും സലാമത്ത് നിറച്ച ആൾ മുഹമ്മദ് മുസ്തഫയാണ്. നീതി നിറച്ച ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ലോകത്തൊരു ഫിത്ന ഉണ്ടാക്കിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ. ഫിത്നയെ അടക്കിയ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത വർത്താനം ഉണ്ടാക്കാൻ എന്തിനാണ് അതിൽ ആവശ്യം? എന്തൊരു ആവശ്യമുണ്ട്? ഒരു വർത്താനം ഉണ്ടായി എന്നല്ലാതെ എന്ത് കാര്യം? ഇതാണ് ഇത് കാര്യം. വളരെ ചിന്തിക്കണം. ഭരണാധികാരി
ഭരണാധികാരിയാക്കുകയാണ് നിങ്ങളെ ഞങ്ങൾ ഭരണാധികാരിയാക്കുകയാണ് എന്ന് പറഞ്ഞു മദീനക്കാർ. അൻസാരികളും മുഹാജിറുകളും പറഞ്ഞു, അബൂബക്കറെ നിങ്ങളാണ്, സിദ്ദീഖെ നിങ്ങളാണ് ഖലീഫ. ഫബക്കാ അബൂബക്കർ കരഞ്ഞു റളിയല്ലാഹു അൻഹു. അതാണ് ആദ്യത്തെ അബൂബക്കർ. പിന്നല്ലേ ഈ അബൂബക്കർ ഉണ്ടായത്? അതല്ലേ ആദ്യത്തെ അബൂബക്കർ? ആ അബൂബക്കറിന്റെ ഫോട്ടോ സ്റ്റാറ്റ് അല്ലേ വേറെ അബൂബക്കർ ആവണ്ട്? നിങ്ങളെ ഞങ്ങൾ ഖലീഫയാക്കുകയാണെന്ന് പറഞ്ഞു മക്കക്കാരും മദീനക്കാരും പറഞ്ഞപ്പോൾ അബൂബക്കർ കരഞ്ഞു പോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ കരഞ്ഞു പോയി. ആ മജ്ലിസിൽ അങ്ങനെ അർഹതയുള്ള ഒരാളുമില്ല. അപ്പോഴും പറഞ്ഞു, ഇന്നാക്കരുത്, ഞാൻ അർഹനല്ല, ഇന്നെ നിങ്ങൾ ഖലീഫയാക്കാൻ ഞാൻ അർഹനല്ല. ആര് പറഞ്ഞു? സിദ്ദീഖ് അർഹൻ പറഞ്ഞു, ഞാൻ അർഹനല്ല. കരഞ്ഞു. 3 ദിവസം കരഞ്ഞു. സഖീഫത്ത് ബനീ സായിദയിൽ ഇന്നും ഉണ്ട്, ഒരു വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇന്നും അതിന്റെ സ്മാരകണ്ട് മദീനയിൽ. അവിടെയാണ് മുസ്തഫ നബി വഫാത്തായപ്പോൾ അവർ യോഗം കൂട്ടിയത്, മുഹാജിറുകളും അൻസാരികളും. ഇന്നും സഖീഫത്ത് ബനീ സായിദ മദീനയിൽ ഒരു ഓർമ്മയായി ശേഷിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് യോഗം കൂടി ആര്? അസ്ഹാബ് റസൂലില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു അബൂബക്കർ, എന്നെ പറ്റൂല, എന്നെ ആക്കരുത്, എന്നെ പറ്റൂല, എന്നെ പറ്റൂല. 3 ദിവസം ഇരുന്ന് കരഞ്ഞു. 3 ദിവസം ഇരുന്ന് കരഞ്ഞു മഹാനായ സിദ്ദീഖുൽ അക്ബർ. ഇല്ല, എന്നെ ആക്കരുത്, എന്നെ പറ്റൂല. ആരാണ് ഇയാൾ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, 2-ൽ 2-ാമൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ്നാ സിദ്ദീഖ്. 2-ാമൻ എന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. 2-ാമൻ ബഹുമാനപ്പെട്ട സയ്യിദ്നാ സിദ്ദീഖ്, മഹാനായ സയ്യിദ്നാ സിദ്ദീഖ്. ആ മനുഷ്യനെ കരഞ്ഞത്. ആ മനുഷ്യന്റെ പേരാണ് അബൂബക്കർ എന്ന് നമ്മൾ മറക്കരുത്. അവിടുന്ന് വരുന്നതാണ് അബൂബക്കർ എന്ന വാക്ക്. അതാണ് അബൂബക്കർ എന്ന വാക്കിന്റെ അസല്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഊഹാപോഹങ്ങളെ ഉണ്ടാക്കുകയും നാട്ടിൽ വെറുതെ സമുദായത്തിന്റെ മേൽ വായ പിളർത്തി നിൽക്കു എന്നിട്ടും ആവശ്യമില്ലാത്ത വർത്താനം ഉണ്ടാക്കുക. ആര് വർത്താനത്തിൽ ഇടപെട്ട് തെച്ച് കെടുത്തേണ്ടവര് വെറുതെ വർത്താനം ഉണ്ടാക്കുക. എന്താ സമുദായത്തിന്റെ അവസ്ഥ? വായ പിളർന്ന് നിൽക്കുക ശത്രു. സമുദായത്തിന്റെ ശത്രു സമുദായത്തിന്റെ നേർക്ക് വായ പിളർന്ന് നിൽക്കുമ്പോൾ സമുദായത്തിൽ സമാധാനം കൊടുക്കേണ്ടവർ വെറുതെ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അള്ളാഹു നമ്മൾ ഇല്ലേ ഇല്ലേ, ഞാൻ തമാശ പറഞ്ഞതാണോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്, എന്താ അതിന്റെ കാരണം? ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരാളെ കുറ്റപ്പെടുത്തൽ എന്റെ ലക്ഷ്യമല്ലട്ടാ, എന്റെ ലക്ഷ്യമല്ല. ഞാൻ അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമല്ല, വേദന കൊണ്ട് പറഞ്ഞതാണ്. വേദന പറഞ്ഞതാണ്. ചിന്തിക്ക്. എന്താ മറ്റൊരു കാര്യം? സമുദായം മുഴുവനും വേട്ടയാടപ്പെടുക, ലോകം മുഴുവനും വേട്ടയാടപ്പെടുക. മുഹമ്മദിയ പറ, അൽ മില്ലത്തുൽ മുഹമ്മദിയ, അസ്സബീലുൽ മുഹമ്മദി, അൽ ഹനീഫിയത്തുൽ മുഹമ്മദിയ. അതെവിടെയും വേട്ടയാടപ്പെടുക. എവിടെയും മുഹമ്മദിയത്തിന് വിലയില്ലാതാവുക. മുഹമ്മദിയത്ത് എവിടെയും വേട്ടയാടപ്പെടുക. മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ബഹുമാനം എടുത്തു പോവുക. എവിടെയും മുഹമ്മദിയ ഉറക്കപ്പുറം അൽ മില്ലത്തുൽ മുഹമ്മദിയ, അൽ ഹനീഫിയത്തുൽ മുഹമ്മദിയ. മുഹമ്മദിയ എന്ന ഋജുവായ മാർഗം എവിടെയും വേട്ടയാടപ്പെടുക. എവിടെയും പാത്രത്തിലേക്ക് കൈനീട്ടുന്ന, ഭക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർ കൈനീട്ടുന്നത് പോലെ നിങ്ങളെ എല്ലാവരും വരുത്തുന്ന. ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ നബി? ഒരിക്കലും നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല. നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും. നമ്മളെ കാക്കട്ടെ. ഇങ്ങോട്ടൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവും. പക്ഷേ പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ
നൊരയും പടയും പോലെയും മാലിന്യങ്ങളെ പോലെയും നിങ്ങൾ അധപതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയും ന്യൂസിലാൻഡിൽ പോലും ഈ സംഭവം നടന്ന ഉടനെ പ്രധാനമന്ത്രി പറഞ്ഞത് പള്ളികൾ അടച്ചോളൂ എന്നാണ്. ഒരു ഭരണാധികാരി പള്ളി അടക്കാനാ പറഞ്ഞത്. ഭരണാധികാരി പള്ളി അടക്കാനല്ലല്ലോ പറയേണ്ടത്. ഭരണാധികാരി പറയേണ്ടത് പള്ളി അടക്കാനല്ല. ഭരണാധികാരി പറയേണ്ടത്, രാജ്യത്ത് ഫൗജുള്ള ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഭരണാധികാരി പറയേണ്ടത് പള്ളി അങ്ങനെ തൊടാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കാണണമെന്ന് പറയേണ്ടത്. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. പിന്നെന്താ ചെയ്തത്? പിന്നെ അടുത്ത പ്രസ്താവന ഫേസ്ബുക്കിൽ നിന്നും FBയിൽ നിന്നും ട്വിറ്ററിൽ നിന്നും അതിന്റെ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാൻ FBയോടും ട്വിറ്ററിനോടും കൽപ്പന കൊടുത്തു. 1 സെക്കൻഡ് കൊണ്ട് എടുത്തു മാറ്റി. മനസ്സിലായില്ല. നേരെ മറിച്ച് തിരിച്ചാണെങ്കിലോ അത് ദിവസം ലക്ഷക്കണക്കായ ആളുകൾ, കോടിക്കണക്കായ ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇനി കാരണം എന്താ? മുസ്ലിമിന് ഒരു നേതാവില്ല. മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത് നേതാവില്ല. അറബികൾ വരിയൊടച്ച മൂരികളെ പോലെ അധപ്പതിച്ചു. അതിന് കാരണം 1-ാം ലോക മഹായുദ്ധമാണ്. അതിന് കാരണം വഹാബിയത്താണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല, പിന്നെ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല, പക്ഷേ അത് വളരെ വലിയ സത്യമാണ്. മുസ്ലിം സമുദായം ഇങ്ങനെയല്ല. മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചത് വഹാബിയത്ത്. വല്ലാഹിൽ അലീം, വല്ലാഹിൽ അലീം, വല്ലാഹിൽ അലീം, വല്ലാഹിൽ അലീം, വല്ലാഹിൽ അലീം. എനിക്ക് പണി ചരിത്രം പഠിക്കാണ്. നിന്റെ മുന്നിൽ വന്നിരിക്ക്, എനിക്ക് ചരിത്രം പറഞ്ഞുതരാ. മുസ്ലിം ലോകത്തെ നശിപ്പിച്ചത് വഹാബിയത്താണ്. വഹാബിയത്ത് ബ്രിട്ടനോടും അമേരിക്കയോടും കൂടിയാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയപ്പോൾ വഹാദിബികൾക്ക് അമേരിക്കയും ബ്രിട്ടനും ഒരു വാഗ്ദത്തം നൽകിയിരുന്നു. യുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തി ഓരിവെക്കുകയാണെങ്കിൽ കണ്ണായ സ്ഥലങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെയാണ് സൗദി അറേബ്യ എന്ന രാജ്യമുണ്ടായത്. അതിനു മുമ്പ് സൗദി അറേബ്യ ഇല്ല. 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത് ആരാണ്? വഹാബികൾ അമേരിക്കയോടും ബ്രിട്ടനോടും കൂട്ടുകൂടി. ഇപ്പോഴും ഒരു പണി തന്നെയാണ്. അവർക്കൊരു അനക്കം വെക്കാൻ, ഒരു അനങ്ങാനൊരു കഴിയില്ല. അവർക്ക് അനങ്ങാൻ കഴിയില്ല. ഗ്രഹാൻസ്റ്റൈൻ എന്ന ഒരാളെ ചുട്ടു, ജീപ്പിലിട്ട് ചുട്ടു. നിങ്ങൾക്ക് ഓർമ്മണ്ടോ? ഈ ബിൽ ക്ലിന്റന്റെ ഭരണകാലത്ത് ആസ്ട്രേലിയൻ ക്രിസ്തീയ മതപ്രബോധകൻ. ഓർമ്മണ്ടോ? മനസ്സിലായില്ല. ക്രിസ്തീയ മതപുരോഹിതനെ ഈ ചുട്ടു. മണിപ്പൂരിൽ നിന്നാന്റെ ഓർമ്മ നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് 996 മറ്റോ ആയിരിക്കും ആ സംഭവം. ബിൽ ക്ലിന്റന്റെ ഭരണകാലം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നു. ഒരാളെ ചുട്ടേന്. അയാൾ അമേരിക്കക്കാരനല്ല, അയാൾ ആസ്ട്രേലിയക്കാരനാണ്. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ബിൽ ക്ലിന്റൺ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇയാൾ കത്തോലിക്കക്കാരനാ. അമേരിക്ക ഭരിക്കുന്നത് കത്തോലിക്കക്കാരാ. നിങ്ങളിന്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഗ്രഹാൻസ്റ്റൈനെ ചുട്ടു എന്ന കാരണത്താൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ പാർലമെന്റിൽ വന്നു. തീരുമാനം ഉണ്ടാക്കി ഒരാളെ ചുട്ടേന്റെ പേരിൽ. ഇനിയോ 40 ചില്ലാനം ആളുകളെ, അള്ളാഹുവിന്റെ വീട്ടിൽ നിസ്കരിക്കാൻ വന്ന നിരപരാധികളെ, നിർദോഷികളെ ചുട്ടതിന്റെ പേരിൽ ഒരു രാജാവും ആ നാട്ടിൽ പോവുകയില്ല. അവരോട് ആ വിഷയത്തിൽ ഇടപെടുകയുമില്ല. അവരിടപെടൂല. ഇടപെടൂല. എന്തുകൊണ്ട്? വാല് അമ്മിന്റെ ചുട്ടിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. അനങ്ങനെ ഒരു കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പാടച്ചറമ്പ് പേരടിക്ക് തല്ലും. എന്തുകൊണ്ട്? എനിക്കിതാണ് പണി. എനിക്കിത് പഠിച്ചു പറയണം. മുസ്ലിം ലോകത്തിന്റെ തകർച്ച 1-ാം ലോക മഹായുദ്ധമാണ്. ഇവരെല്ലാം കൂടി മുസ്ലിമീങ്ങളെ കൊന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ കൊന്നത് 50 ലക്ഷം മുസ്ലിമീങ്ങളെയാണ്. 8 ലക്ഷം പട്ടാളത്തെയും 42 ലക്ഷം സിവിലിയന്മാരെയും കൊന്നു. മുസ്ലിമീങ്ങളെ കൊന്നു 1-ാം ലോക മഹായുദ്ധത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതോടുകൂടെ കഴിഞ്ഞു. അനങ്ങാൻ പറ്റൂല, അനങ്ങൂല. ചിന്തിക്കണം. എന്താ പ്രശ്നം? ഒരു ജനതക്ക് നേതാവില്ലാതെയാവുക. നേതാവില്ലേ? നേതാവുണ്ട്. ഉപയോഗശൂന്യമായ അവയവത്തെ പോലെയാവുക നേതാവ്. കൈകൊണ്ട്
ഒരു ഗ്ലാസ് കുടിക്കാനും കൂടി വയ്യ. പക്ഷെ തിന്നണത് വിറ്റാമിൻ ഇതിനുമുള്ള കൊടുക്കുക. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? മുസ്ലിം നേതാക്കന്മാർ അഷല്ലായ അവയവം പോലെ ആവുക. മുസ്ലിം നേതാക്കന്മാർക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉപയോഗശൂന്യമായ അവയവം പോലെയാകുക. തീറ്റി പോറ്റണം, ഇങ്ങോട്ടൊന്നും കിട്ടൂല. നിങ്ങൾക്ക് തിരിഞ്ഞില്ല, മനസ്സിലായില്ല? ഒരു ക്ലാസ് പിടിക്കാൻ വരെ പറ്റൂല. പക്ഷെ തിന്നണത് അവിടേക്കും കൊടുക്കണമല്ലോ. മൂപ്പരങ്ങനെ കട്ട് ചെയ്തെത്തിയാൽ ബാക്കി നോക്കിയാൽ മതി. നിങ്ങളുണ്ടൊരു മനുഷ്യന്മാരാണ്. മുസ്ലിം നേതാക്കന്മാരുടെ ഇന്നത്തെ ഉപമ ഉപയോഗശൂന്യമായ അവയവങ്ങളെ പോലെയാണ്. വളരെ ചിന്തിക്കണം. റോമിൽ ഞങ്ങൾക്ക് പ്രബോധനത്തിന് ആളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ്. റോമികളെ മുസ്ലിമാക്കണം എന്നൊന്നും ഞങ്ങൾക്കില്ല. ഇസ്ലാം ഒരാൾ നിർബന്ധിച്ചാക്കേണ്ട വിഷയവുമല്ല. പക്ഷേ ഈ സത്യം റോമൻ രാജ്യങ്ങളിൽ പറയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് തരണം. ഈ സത്യം അതിന് അവകാശം തരണം ചക്രവർത്തി എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് റോമൻ ചക്രവർത്തിക്ക് കത്തയച്ചു സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഫറഫളഹ, അതിനെ അയാൾ നിഷേധിച്ചു. പിന്നെയും കത്തയച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. ഞങ്ങൾ ജനങ്ങൾ നിർബന്ധിക്കൂല. ഞങ്ങളുടെ കയ്യിൽ ഒരു വെളിച്ചുണ്ട്. ആ വെളിച്ചം ഞങ്ങൾ അവിടെ അവതരിപ്പിക്കും. ആളുകൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഒഴിവാക്കാം. ഇസ്ലാമിന്റെ കീഴിൽ എന്നും ജനങ്ങൾ അഹ്റാറായിരിക്കും, സ്വതന്ത്രന്മാർ. ഞങ്ങൾ നിർബന്ധിക്കൂല. അപ്പോൾ വീണ്ടും അയാൾ മടക്കി. ഫറഫളഹ, കത്തയാൾ നിഷേധിച്ചു. അപ്പോൾ ഉമർ ഒരു കത്തയച്ചു. അങ്ങനെ വന്നാൽ ഫഊർസിലു ഇലൈക്കും ജുൻദൻ അൽ മൗതു അഹബ്ബു ഇലൈഹിം മിൻ ഹുബ്ബിക്കും ഇലൽ ഹയ. നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയുള്ളതിനേക്കാൾ മരിക്കാൻ കൊതിയാണ് എന്റെ പട്ടാളത്തിന്. പട്ടാളത്തിനെ പറഞ്ഞേക്കും. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഇനി കളിച്ചാൽ ഞാൻ പട്ടാളത്തെ പറഞ്ഞേക്കും റോമിലേക്ക്. എന്റെ പട്ടാളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയുള്ളതിനേക്കാളും എന്റെ പട്ടാളത്തിന് മരിക്കാനാണ് കൊതി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതല്ലേ ആൺകുട്ടി. എന്റെ കയ്യിൽ ഒരു പട്ടാളുണ്ട്, എണ്ണൊന്നും കൂടുതലില്ല. പക്ഷെ ഞാൻ പറഞ്ഞേക്കും. എന്റെ പട്ടാളം, എന്റെ പട്ടാളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? എന്റെ പട്ടാളത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര കൊടിയുണ്ടോ അതിനേക്കാൾ മരിക്കാനാണ് അവർക്ക് കൊടി. അങ്ങനെയുള്ള പട്ടാളമാണ് എന്റെ പട്ടാളം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്നാ അൽ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെന്ത് അതെന്റെ പട്ടാളം എന്ന് സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതല്ലേ നേതാവ്? അതിനല്ല ആൺകുട്ടി എന്ന് പറയാം, അതിനല്ല നേതാവ് എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഞാൻ നീട്ടുന്നില്ല. ന്യൂസിലാൻഡിൽ മരിച്ചുപോയ സകല മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ഷഹാദത്ത് അള്ളാഹു നൽകട്ടെ. അവർക്ക് വേണ്ടി ഒരു യാസീൻ ഒരു ദുആ ചെയ്യണം. അവർ നമ്മുടെ ഇഖ്വാനാണ്. അവർക്ക് വേണ്ടി ഒരു യാസീൻ ഒരു ദുആ ചെയ്യണം. എല്ലാവരും ഒരു യാസീനോടി അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ ഒരു കടമയാണ്. അത്തരം ആപത്ത് വന്നണയുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവർക്കെല്ലാം അള്ളാഹുവിന്റെ റുക്വയിലാണ്. ചില ആളുകൾ മരിച്ചു വീഴുന്നത് റുക്വയിലാണ്. റുക്വയിൽ മരിച്ചു വീണവർ, സുജൂദിൽ മരിച്ചു വീണവർ എത്ര. അള്ളാഹുർക്ക് ഷഹീദിന്റെ പദവി നൽകട്ടെ. അള്ളാഹുർക്ക് ഷഹീദിന്റെ പദവി നൽകും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളത് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ പരിഗണിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ വിഷയത്തിന്റെ മർമ്മം എല്ലാവരും മനസ്സിലാക്കണം. മുസാഫ് എടുത്ത് ഒരു യാസീനോട് ദുആ ചെയ്ത് പിരിയുക, ഇതൊരു വളരെ ഭയാനകമായ ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ 2-3 കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളെ എല്ലാവരും ഗൗരവമായി മനസ്സിലാക്കണം. ഇത് ഒരു ഗൗരവമായ സമയമാണ്. നമ്മൾ അല്ലാഹുവിനോട് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ഫിത്ന അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അടി കിട്ടാതെ ഒരു ആളും എന്റെ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഒരാൾ പോലും ഉണ്ടാവുകയില്ല. എന്റെ സമുദായത്തിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അവനെ അടിച്ചിട്ടല്ലാതെ. എന്റെ ആഖിർ സമാനിൽ എന്റെ സമുദായത്തിൽ ഒരാളും ഒരടി പോലും കിട്ടാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരടി കിട്ടാത്ത ഒരാളുണ്ടാവില്ല. ന്യൂസിലാൻഡിൽ അടി കിട്ടിയത് കൊണ്ട് വേറുള്ളവർക്ക് അടി കിട്ടൂല എന്ന് വിചാരിക്കേണ്ട. അടി അത്രയും വലിയ ഫിത്ന അധികരിക്കും.
ഭയങ്കര അടി അടികരിക്കും. എന്റെ സമുദായത്തിൽ ഒരടി പോലും കിട്ടാത്ത ഒരാൾ അക്കാലത്ത് ഉണ്ടാവൂലാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിൽ അഭയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത്തരം ആപത്ത് ദുനിയാവിൽ എവിടെയും ഒരു ആരാധനാലയത്തിൽ ഒരു ഹിന്ദുവിന്റെയോ ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു ജൂതന്റെയോ പോലും ആരാധനാലയത്തിൽ ആവർത്തിക്കപ്പെടരുതേ പടച്ചോൻ. ദുനിയാവിലെ ഒരു ആരാധനാലയത്തിലും അത് ആവർത്തിക്കപ്പെടരുതേ പടച്ചോനെ. നീ കാക്കണമേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹ്.